അത് നമ്മൾ തിരുവല്ലയിലേക്കാണ് പോകുന്നത്. അവിടെ സ്പാ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഓരോരുത്തരെയായി പിടികൂടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ ഒരു ഗുണ്ടാപിരിവിന്റെ പേരിൽ തുടങ്ങിയ ആക്രമണം എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നതെങ്കിൽ പിന്നീട് അതൊരു കൊട്ടേഷനാണ്. അപ്പോൾ തന്നെ ഈ ക്രൂരമായ ബലാത്സംഗത്തിനിരയായ യുവതിയുടെ സഹപ്രവർത്തകയ്ക്കടക്കം ഇതിൽ പങ്കുണ്ട് തുടങ്ങിയ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് തിരുവല്ലയിൽ നിന്ന് വന്നത്. ഇപ്പോൾ ഈ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുകയാണ്. ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണു പുതുശ്ശേരിയുണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. ഇനിയും രണ്ടുപേരെയോ മറ്റോ കിട്ടാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണോ? എന്താണ് ഇയാൾക്കെതിരായ കുറ്റം? ഇനി എത്ര പേരെ കൂടെ പിടികൂടാനുണ്ട്? മറ്റു വിവരങ്ങൾ, അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ് പോകുന്നത്? ഈ സഹപ്രവർത്തകയെ അടക്കം ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം? തിരുവല്ല സ്പാ ബലാത്സംഗ കേസിലെ ഒരു പ്രതി കൂടിയാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. വോക്കർ എന്ന് വിളിക്കുന്ന പ്രശോഭാണ് പിടിയിലായിരിക്കുന്നത്. റാന്നിയിൽ നിന്നാണ് പ്രത്യേക പോലീസ് സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. തിരുവല്ല ചുമത്ര സ്വദേശിയാണ് പ്രശോഭ. കേസിൽ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. കേസിൽ മുഖ്യപ്രതിയായ മരണസുവൻ ബെർലിൻദാസ്, വരുൺകുമാർ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായിരുന്നു. കേസിൽ പ്രതികളായ കിരൺ, സജിൻ എന്നിവരാണ് ഇപ്പോഴും ഒളിവിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ഒളിവിലായിരുന്ന നിരണം സ്വദേശി വരുൺകുമാറിനെ ആലുവയിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. 6 പ്രതികളായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇനിയും 2 പ്രതികൾ കൂടി പോലീസിന്റെ വലയിലാകാനുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവരെ പിടിയിലാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് പോലീസിനുള്ളത്. തിരുവല്ല ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇനിയും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടും. ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? അതോ പ്രതികളെ മുഴുവൻ പിടികൂടിയ ശേഷം അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ അത്തരം അന്വേഷണങ്ങളിലേക്ക് നീങ്ങുക? പ്രതികളെ ഇപ്പോൾ പിടികൂടുന്ന സാഹചര്യത്തിലും മറ്റു പോലീസ് ബാക്കിയുള്ള തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. മാസപ്പടി ആയി ബന്ധപ്പെട്ടാണ് മരണസുബിനടക്കം ഈ സ്പായി ചെല്ലുന്നതും യുവതിയെ പീഡിപ്പിക്കുന്നതെന്നുമാണ് ഒരു കഥ പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ഇതിന്റെ ഉടമയായി സംഭവം നടന്ന സ്പായുടെ ഉടമയായ സഞ്ജയ് പറയുന്നത് ഇത് മറ്റൊരു സ്പാ നൽകിയ കൊട്ടേഷനാണ്. ബിസിനസ് സംബന്ധമായ ഈഗോയെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഇപ്പോൾ ഈ ബലാത്സംഗത്തിൽ വരെ എത്തി നിൽക്കുന്നതെന്നാണ് ഈ സ്പായുടമ നൽകുന്നത്. ഇതിൽ മാസപ്പടിയായുള്ള യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് സഞ്ജയ് പോലീസിൽ നൽകുന്നത്. പക്ഷേ 50,000 രൂപ ഈ മരണസുബിൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടെന്നു. ഇത് തരാതെ വന്നതിലുള്ള വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ട ബലാത്സംഗത്തിലേക്ക് മാറിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ സഹജീവനക്കാരിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കൊട്ടേഷൻ സംഘം സ്പായിലെത്തുന്നതെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. സഹജീവനക്കാരി ഈ കൊട്ടേഷൻ സംഘം വന്നപ്പോൾ അവരുമായി സംസാരിച്ച് ഒക്കെ നിൽക്കുകയായിരുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യം സഹജീവനക്കാരിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി സഹജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെത്തി മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. സഹജീവനക്കാരിയെ മാത്രമല്ല, സഹജീവനക്കാരിയുടെ ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് സഹജീവനക്കാരിയുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ നടപടി എടുക്കുമെന്നുള്ള അറിയിപ്പ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോലീസിനെ കേന്ദ്രീകരിച്ചും പല അഭ്യൂഹങ്ങൾ ഉണ്ടായി. ഈ കേസ് മറച്ചുവെക്കാൻ പോലീസ് ശ്രമിച്ചു. മാത്രമല്ല, പോലീസും ഈ സ്പായിലെ നിത്യ സന്ദർശകരാണ്. പോലീസ് മാസപ്പടി വാങ്ങുവാൻ വേണ്ടി സ്പായിൽ എത്താറുണ്ട് എന്നുള്ളതുള്ള അഭ്യൂഹങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പടർന്നതോടെയാണ്
പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പായും നടപടിയെടുക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ ഈ കേസിന്റെ ചുമതലയുള്ള തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ 4ാം പ്രതിയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇനി 2 പ്രതികൾ മാത്രമാണ് ഉള്ളത്. അവർ സംസ്ഥാനം വിട്ടതായുള്ള അറിയിപ്പാണ് പോലീസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറപ്പെടുവിക്കും. മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലുള്ള പോലീസുമായൊക്കെ സംസ്ഥാന പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയമായ സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും ഉൾപ്പെടെയുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയുള്ള അന്വേഷണം നടക്കുന്നു. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്നുള്ള അറിയിപ്പാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം തന്നെ സഹജീവനക്കാരിയെ കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിയും പോലീസ് നടത്തുന്നുണ്ട്.